അൻസിബ പൊളിച്ചടുക്കി. ജിൻഡോ ജാസ്മിൻ വിഷയത്തിൽ നിന്നെ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ ജിൻഡോയ്ക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ വിധി നിർണ്ണയം നടക്കുന്ന സമയത്ത് രണ്ടുപേരും വാദിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരണ്യ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നു, എല്ലാവരും വോട്ട് ചെയ്തു, നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന് പറയുന്നു. അപ്പോൾ അൻസിബ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറയുന്നുണ്ട്. അൻസിബ വോട്ട് ചെയ്യുന്നത് ജിൻഡോയ്ക്കാണ്. അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് ഇങ്ങനെയാണ്: ജിൻഡോ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ടായിരിക്കാം ആ ഒരു വാക്ക് പറഞ്ഞത്. പക്ഷേ അത് പാസ്റ്റ് ടെൻസിൽ നടക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. അതായത് ഭൂതകാലത്ത് നടക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഞാൻ അടിച്ചേനെ, കാലേ വാരി നിരത്തടിച്ചേനെ. ഇങ്ങനെ സംഭവിച്ചായിരുന്നെങ്കിൽ രശ്മിൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ജിൻഡോ കൂടെ നിന്നത്. രശ്മിൻ പറഞ്ഞത് കൊണ്ട് മാത്രം, അതല്ല എന്നുണ്ടെങ്കിൽ കാലേ വാരി നിരത്തടിച്ചേനെ എന്നാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞാൽ അത് അന്നേരം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, വേണമെങ്കിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് മുൻപ് കഴിഞ്ഞ കാലത്ത് വേണമെങ്കിൽ സംഭവിച്ചേനെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ പറ്റി പിന്നീട് പറയുന്നതിന് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. അത് അങ്ങനെ നോക്കുമ്പോൾ അത് കഴിഞ്ഞ ആഴ്ച നടക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നടക്കുന്ന കാര്യത്തിൽ ഇപ്രാവശ്യത്തെ പവർ ടീം ഇടപെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, അത് സംഭവിക്കാത്ത ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ജിൻഡോയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അൻസിബ ജിൻഡോയുടെ കൂടെ നിൽക്കുന്നു. അതിന് എല്ലാവരും ആ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പക്ഷേ അൻസിബ പറഞ്ഞതിൽ ഒരു വാലിഡ് ആയിട്ട് ഒരു റീസൺ ഉണ്ട്. അതായത് അൻസിബയുടെ റീസൺ പൊളിച്ചടി.